ഹെഡോണിസം അല്ലെങ്കിൽ താന്ത്രികം. എന്താണ് താന്ത്രികം? ഇന്ത്യയിൽ താന്ത്രികം എത്തിയത് ടിബറ്റിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. ടിബറ്റിൽ നിന്ന് അത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനമായിട്ടുള്ള ആസാം, അതിന്റെ പരിസര പ്രദേശങ്ങളിൽ എത്തുന്നു. ബുദ്ധിസത്തിൽ താന്ത്രിക് പ്രാക്ടീസിനെ കുറിച്ചൊക്കെ പരാമർശമുണ്ട്. അതങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രചരിക്കുന്നു. അങ്ങനെയാണ് സൗത്ത് ഇന്ത്യയിലും എത്തിയിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും താന്ത്രിക് പ്രാക്ടീസ് നിലവിലില്ല. സൗത്ത് ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലും അതേപോലെ ബംഗാൾ, ആസാം തുടങ്ങിയ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലുമാണ് ഉള്ളത്. ഇതിനൊക്കെ മുമ്പ് തന്നെ പൗരാണിക ബാബിലോണിയയിലാണ് താന്ത്രിക് പ്രാക്ടീസസ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ബാബിലോണിയ എന്ന് പറയുന്നത് ആധുനിക ഇറാഖിന്റെ തലസ്ഥാനമായിട്ടുള്ള ബാഗ്ദാദും അതിന്റെ പരിസര പ്രദേശങ്ങളുമാണ്. ബൈബിളിലും മറ്റും ബാഗ്ദാദിനെ കുറിച്ച് പറയുന്നത്, അതായത് ബാബിലോണിയെ കുറിച്ച് പറയുന്നത് ഒരു ശപിക്കപ്പെട്ട നഗരമായിട്ടാണ്. ഈ ലോകത്തിലെ എല്ലാ അനാചാരങ്ങളും ആരംഭിച്ചത് ബാബിലോണിയിലാണെന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ വിജയിച്ച രാജവംശങ്ങളുടെ ചരിത്രകാരന്മാർ അങ്ങനെയൊക്കെ എഴുതി വെച്ചതാവാം, അല്ലെങ്കിൽ സൂചിപ്പിച്ചതാവാം. മഹാസാമ്രാജ്യങ്ങളൊക്കെ തന്നെ ഈ ബാബിലോണിയെ കേന്ദ്രമാക്കിയിട്ട് ഭരണം നടത്തിയിരുന്നു. വാസ്തവത്തില് ഈ താന്ത്രികത്തിന് പണവുമായിട്ട് അല്ലെങ്കിൽ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് ബന്ധങ്ങൾ? ഇതൊക്കെ ഇന്ന് വലിയ ആഴത്തിൽ ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് വലിയ വലിയ വിവാദങ്ങളും മറ്റും ഉയർന്ന് നിൽക്കുന്ന അവസരത്തിൽ. വാസ്തവത്തിൽ താന്ത്രികം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ 6 ചക്രങ്ങളുണ്ട്, 6 പോയിന്റുകൾ. ഈ 6 പോയിന്റുകളിലും നമുക്ക് നമ്മുടെ എനർജിയെ, ഇന്റേണൽ എനർജിയെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ എനർജിയെ നമുക്ക് പാസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ എനർജിയെ നമുക്ക് കോസ്മിക് എനർജിയുമായിട്ട് ലയിപ്പിച്ച് അതീന്ദ്രിയമായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള ചില സിദ്ധികൾ കൈവരിക്കാനുള്ള ഒരു ഉപായമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഉദാഹരണത്തിന് ജീസസ് ക്രൈസ്റ്റ്, അദ്ദേഹം കടലിന് മുകളിലൂടെ സഞ്ചരിച്ചതിനെ കുറിച്ച് ബൈബിളിൽ പരാമർശമുണ്ട്. യോഗാനന്ദ പരമഹംസൻ പ്രശസ്തനായിട്ടുള്ള ഒരു ഇന്ത്യൻ യോഗിയായിരുന്നു, ക്രിയായോഗിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, ഒരു യോഗിയുടെ ആത്മകഥയിൽ, നമുക്ക് നമ്മുടെ മനസ്സിന് പ്രകാശത്തിന്റെ വേഗം അല്ലെങ്കിൽ ലൈറ്റിന്റെ വെലോസിറ്റി കൈവരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അന്തരീക്ഷത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, പൗരാണിക ഭാരതത്തിലും അല്ലെങ്കിൽ താന്ത്രിക് പ്രാക്ടീസസ് ഒക്കെ ചെയ്തിരുന്ന ചില ആളുകളൊക്കെ അമാനുഷികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ട് ചരിത്ര രേഖകളൊക്കെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ആദി ശങ്കരാചാര്യര് ഒരു രാജാവിന്റെ ശരീരത്തില്, മൃതശരീരത്തില് പരകായ പ്രവേശനം നടത്തിയതിനെ കുറിച്ചും മറ്റുമൊക്കെ സൂചനകളുണ്ട്. വാസ്തവത്തില് ഇതെല്ലാം ഇന്റേണൽ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറമേ കാണുന്ന ആചാരാനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊന്നും അല്ല ശരിക്കും താന്ത്രികത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അത് പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ സംശുദ്ധമായിട്ടുള്ള പവിത്രമായിട്ടുള്ള എനർജിയെ നമ്മൾ പല തലങ്ങളിലേക്ക് അല്ലെങ്കിൽ പല മേഖലകളിലേക്ക് വ്യാപരിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തില് ചില സ്ഥാനമാനങ്ങളൊക്കെ എന്നെന്നും നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ ഇതിനെ ഒരു അമാനുഷിക വിഷയമായി തന്നെ സമൂഹത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചില പൊളിറ്റിക്കൽ ബ്രെയിൻസ് ഒക്കെ പൗരാണിക കാലഘട്ടം മുതൽക്ക് തന്നെ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത് സാധാരണക്കാർക്ക് അപ്രാപ്യമായിട്ട് ഇന്ന് നിലനിൽക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളൊക്കെ എല്ലാവരും പഠിക്കാറൊന്നുമില്ല. വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ചില ആളുകളൊക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് കാലക്രമേണ ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അത് ഈ ലോകത്തിന്റെ ഗതി തന്നെ അങ്ങനെയാണ്. പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംജാതമാകാറുണ്ട്. അപ്പൊ ഈ ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കത് ഇന്ത്യയിൽ മാത്രം നിലനിന്നിരുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. മറിച്ച് ബാബിലോണിയ പോലെയുള്ള, ഒരുപക്ഷെ ബാബിലോണിയയിൽ മാത്രമായിരിക്കില്ല, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഉണ്ടാവും. രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. താന്ത്രിക ഒരു വിസ്മയമായിട്ട് നിലനിൽക്കുകയാണ്. താന്ത്രിക് പ്രാക്ടീസ് ആർക്ക് ചെയ്യാം, എങ്ങനെ ചെയ്യാം, ഇതൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ നിലവിലുണ്ട്. പക്ഷെ നാം കാണുന്ന പോലെയുള്ള ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളോ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളോ അതൊന്നുമല്ല. ഈ 6 ചക്രങ്ങളിലും നമുക്ക് എനർജിയെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു സിദ്ധി കൈവരിക്കലാണ്. അങ്ങനെ ആ സിദ്ധി കൈവരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ അതീന്ദ്രിയമായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള കർമ്മ
കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എനർജിയെ അല്ലെങ്കിൽ ഊർജത്തെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഈ താന്ത്രികത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഇതാണ് വാസ്തവത്തിൽ ഹെഡോണിസം എന്ന പേരിൽ നമ്മൾ കൊണ്ടാടുന്നത്. ഈ ഹെഡോണിസവും താന്ത്രികവും ഒന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിജ്ഞാന ശാഖകളൊക്കെ, പ്രാചീന വിജ്ഞാന ശാഖകളൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. താങ്ക് യു വെരി മച്ച്.